കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പതിവില്ലാതെ എന്താ ഇങ്ങനെ ഒരുങ്ങുന്നത്? എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ജഗൻ പറഞ്ഞതാ ശരി. നമ്മള് വീടിനകത്ത് തളിക്കപ്പെടേണ്ടവരല്ല. മകനും മരുമകളും പിന്നെ ജയലാലിന്റെ അമ്മയും ഒക്കെ ഒരു പരിധിവരെ എന്നെ തളർത്തിയെന്ന് വേണം പറയാൻ. എന്നാ ഇനി അങ്ങനെ മുന്നോട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. നമുക്ക് പുറത്തിറങ്ങണം മോളെ. അത് ശരി. അപ്പൊ ബുള്ളറ്റ് പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുന്നുണ്ട്. പറയുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കാ വേണ്ടത്. എങ്ങോട്ടാ പോകുന്നത്? അസുഖമൊക്കെ ആയിട്ട് കുറെ ദിവസം ഇതിനകത്തായി പോയില്ലേ, വെറുതെ പുറത്തേക്ക് ഇറങ്ങാം. വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി ആരുടെ മുന്നിലും കൂസാതെ തന്റെ അടുത്തോടെ തലയെടുപ്പോടെ നടന്നത്. എന്നാലിപ്പോ ഞാൻ മോളോട് പറഞ്ഞല്ലോ, ആ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞു എനിക്ക്. അതിനി പാടില്ല. ഒരുപാട് വെല്ലുവിളികൾ ഇനി ഏറ്റെടുക്കേണ്ടി വരും. അതിലൊന്നാമത്തേത് ജയലാലിന്റെയും ദീപയുടെയും കാര്യം. മേടമാസത്തിൽ ജയലാലിന്റെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രാഗിണി വരികയാണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല, തിരിച്ചടിക്കണം. അങ്ങനെ തന്നെയാ അമ്മ മുന്നോട്ട് പോവേണ്ടത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ ഞാൻ LLB കഴിഞ്ഞ് പുറത്തിറങ്ങും. പിന്നെ ജഗനും ഞാനും അമ്മയും ഒന്നിച്ചുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും നമ്മളെ തൊടാൻ കഴിയില്ല. ഞാൻ ജയലാലേട്ടന്റെ അമ്മയും സദാനന്ദനെയും കാർത്തിയേക്കാളും ഇപ്പൊ ശത്രുക്കളായി കാണുന്നത് എന്റെ അച്ഛനെയും ഏട്ടനെയും ഒക്കെയാ. അവരുടെ മുന്നിൽ തോറ്റ് നമ്മൾ ജീവിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും അമ്മ. ഇപ്പോ അമ്മ വീടിനകത്ത് തളയ്ക്കപ്പെട്ടെന്നാ അവരുടെയൊക്കെ വിചാരം. അതെനിക്ക് മനസ്സിലായി. അവരുടെ അത്തരം ചിന്തകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാ ജഗന്റെ ഉപദേശം സ്വീകരിക്കാന്ന് കരുതിയത്. മുളുവ, നമുക്ക് വേഗം പോവാം. കാർത്തി അഹങ്കാരത്തിന് കൈകാലും വെച്ച് ജയലാലേട്ടന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത് ജയലാലേട്ടന്റെ തട്ടുകേടാണ്. പിന്നെ കല്യാണം നടത്തണോ? എന്തായാലും ജയലാലേട്ടൻ ദീപ ചേച്ചിയെ കൈവിടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. നീ എന്താ ഇപ്പൊ റൂട്ട് മാറ്റിയത്? അവളെപ്പോലൊരു അഹങ്കാരി പെണ്ണ് കാർത്തിയെ കല്യാണം കഴിക്കണമെന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അവളുടെ ജീവിതം അങ്ങനെ തുലയട്ടെ എന്ന് നീ പറഞ്ഞല്ലോ. പക്ഷേ ആ കല്യാണം നടന്നാ തൊലയുന്നത് ദീപ ചേച്ചിയുടെയും ജയലാലേട്ടന്റെ ജീവിതമായിരിക്കുമെന്നാണ് എനിക്കൊരു സംശയം. എന്നു മാത്രമല്ല, അന്നേ ദിവസം ജയലാലേട്ടന്റെ അമ്മ മറ്റൊരു കല്യാണം കൂടി നടത്താൻ പോകുകയാ. അപ്പൊ ആ ദിവസം കാർത്തിയുടെ കല്യാണം മുടങ്ങിയാലേ അതും മുടങ്ങും. അതൊരു തലവേദനയായിട്ട് നിൽക്കുക. ജയലാൽ ഇടയ്ക്ക് വിളിച്ച് സങ്കടവും ഭയവും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അയാളെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ കാർത്തിയോട് പറഞ്ഞാലോ അണ്ണാ? അവനെ കണ്ടപ്പോഴൊക്കെ അവൾ അവന് ചേർന്ന പെണ്ണാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. അണ്ണാ ദേ നോക്ക്. ബുള്ളറ്റിന്റെ ഉപദേശം അതേപടി അമ്മ കേട്ടു. ഇനിയിപ്പോ പഴയ തന്റെ ഇടം വീണ്ടെടുക്കണമെന്നും പറഞ്ഞ അമ്മ ഒരുങ്ങി ഇറങ്ങിയത്. ഞാനൊരു സ്ത്രീയും അമ്മയൊക്കെ ആണെങ്കിലും ജഗനെ പോലെ ചിന്തിക്കുന്ന കൂട്ടത്തിലാ ഞാനും. മരണത്തെ ഒരിക്കലും ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിലെ വലിയ പ്രമാണിയും റൗഡിയും ഒക്കെയാ സദാനന്ദനും മകനും. എന്നിട്ട് അതൊന്നും ഓർക്കാതെയാ കാർത്തിക്കെതിരെ അന്ന് കോടതിയിൽ സാക്ഷി പറഞ്ഞത്. എന്നാൽ പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ദീപമോളുടെ ജീവിതം, ദിലീപിന്റെ മാറ്റം എല്ലാം എനിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ജഗ. എനിക്കറിയാം, ജീവിതത്തിൽ ഇത്തരം തിരിച്ചടികളൊക്കെ എല്ലാവർക്കും നേരിടേണ്ടി വരും. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാലും ശരി,
പക്ഷെ അവിടെ നമ്മൾ തകർന്നു പോയാൽ ആ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് അത് സന്തോഷമാകുമെന്നല്ലാതെ മറ്റു പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാ മോൾക്കൊപ്പം ഇങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങിയത്. അല്ല, ജഗൻ വീട്ടിലേക്ക് വരികയായിരുന്നോ? ഏയ് അല്ല, അല്ലെങ്കിലും ഇവനെയും കൊണ്ടൊന്നും ഞാൻ അങ്ങോട്ട് വരത്തില്ലല്ലോ. ഇവനെ അങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത കൂട്ടത്തില. എന്നാ പിന്നെ പറയാനുള്ളത് ഞാനും പറയാം കേട്ടോ സാറേ. എന്നായിരുന്നാലും അണ്ണന് വേണ്ടി എനിക്ക് ആ വീട്ടിലേക്ക് വരേണ്ടി വരും. ഒരു കല്യാണാലോചനയായിട്ടെ. മതി മതി, നിർത്തിക്കോ. എന്തായിരുന്നാലും എന്നെ ഒന്ന് ഇരുത്തിയല്ലേ, പിന്നെ പറയാനുള്ള പറഞ്ഞാലെന്താ. കേട്ടോ ചേച്ചി, ഒരു ദിവസം ചേച്ചിയുടെ ഫോൺ വന്നില്ലെങ്കിലേ അണ്ണ ഉറങ്ങത്തില്ല. അത് ഇവിടെ ഒരാൾ അങ്ങനെ തന്നെയാ. നീ എന്നെ നോക്കൊന്നും വേണ്ട. ഇപ്പൊ ഇവള് കൂടുതലും ജഗനെ പറ്റിയാ സംസാരിക്കുന്നത്. ജഗൻ ഒരു ദിവസം ഇവളെ വിളിച്ചില്ലെങ്കിൽ അതിന്റെ നിരാശ എന്നോട് പറയാറില്ലെങ്കിലും ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോ എനിക്കറിയാം ജഗന്റെ ശബ്ദം ഇന്ന് കേട്ടില്ലാന്ന്. ശരി അമ്മ, നമുക്ക് പോവാം. അപ്പൊ കാണാം ജഗ. ആ ശരി, ആയിക്കോട്ടെ. നിനക്ക് എന്തിന്റെ സൂക്കേടാടാ? എന്നെ കൊച്ചാക്കിയപ്പോൾ ഞാൻ തിരിച്ചടിച്ചാണെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലേ? കേക്കേണ്ടവർ കേട്ടില്ലേ? അണ്ണാ, ചേച്ചിയുടെ അമ്മയ്ക്ക് സമ്മതമാ. അതുകൊണ്ടാ അവരങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇനിയിപ്പൊ കാർത്തിയുടെ കല്യാണം മുടക്കിയിട്ട് നമുക്ക് അണ്ണന്റെ കല്യാണത്തിന് കൂടാം. എടാ, ഞാൻ ആകെ വിളറിപ്പോയി. അല്ല, ചേച്ചിക്ക് അധികം വളർച്ചയൊന്നും ഇല്ലായിരുന്നു. ഇത് സെറ്റ്, 100% സെറ്റ്. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ചേടാ, ഇവൻ വീണ്ടും വിളിക്കുവാണല്ലോ. ആ മോനെ, എവിടെയാച്ചാ? എടാ, ഞാൻ പറഞ്ഞില്ലേ നെല്ലുവായി പോവാണെന്ന്. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഗുരുവായൂരിന് വന്നു. അച്ഛൻ ഗുരുവായൂർ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ ഒരു ഓഡിറ്റോറിയം ഇല്ലേ, അതിന്റെ സൈഡിൽ തന്നെ. പ്രോഗ്രാമൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കും, പിന്നെ കിടന്നുറങ്ങും. മഞ്ഞക്കല്ല അച്ഛാ, എന്തെങ്കിലും അസുഖം വരും. എടാ, ഞാൻ മഞ്ഞിൽ ജോലി ചെയ്തവനല്ലേടാ മോനെ. കാശ്മീരിലെ തണുപ്പിലെ ഒരുപാട് ഓടിയും ചാടിയും നടന്നവനാ ഞാന്. നടന്നു. പട്ടാളക്കാർക്ക് വെച്ചോളുന്ന ജോലിയായിരുന്നല്ലോ. പട്ടാളത്തിലെ കുക്കായിരുന്നില്ല അച്ഛൻ? എടാ, കുക്കാണെങ്കിലും ഞാൻ നല്ല പരിശീലനമൊക്കെ കഴിഞ്ഞ അങ്ങോട്ട് പോയത്. എനിക്കൊരു സ്വസ്ഥതയില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. എടാ, നീ പേടിക്കണ്ടടാ മോനെ. ചിലപ്പോ ഞാൻ മുത്തപ്പനെയും രാജരാജേശ്വര ക്ഷേത്രത്തിലും ഒക്കെ പോയിട്ട് നേരെ അങ്ങോട്ടങ്ങ് വരും. മൂകാംബയിലേക്കുള്ള യാത്ര തൽക്കാലം വേണ്ടാന്ന് വെച്ചു. ശരി അച്ഛാ, ശരീരമൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ശരി മോനെ, നീ സമാധാനത്തോടിരിക്കണം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അവിടെ. ശരി. ഓ ശരി.
സർ, അങ്ങനിപ്പോ രക്ഷപ്പെടാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. ഹലോ സർ. ഹരിത എന്താ ടി വി ആണോ? അടുപ്പം മാത്രമല്ല, അമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കുക. എല്ലാം കണ്ടിട്ടൊരു 10 മണിയാകുമ്പോ കിടക്കും. എന്താ സർ വിളിച്ചത്? ഏയ് ഒന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. 10-ാം ഉദയത്തിന് നമ്മുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക അമ്മയും ചാരും ഒക്കെ. എന്നോട് ചാരു പറഞ്ഞു. സാറ് വിഷമിക്കണ്ട, എന്തെങ്കിലും പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സ്വസ്ഥത ഇല്ലാത്തോണ്ടാ ഞാനിപ്പോ വിളിച്ചത്. ഞാൻ നേരത്തെ ദീപേച്ചിയെ വിളിച്ചിരുന്നു, എന്നിട്ട് ധൈര്യം കൊടുത്തിട്ടുണ്ട്. ഹരിതയുടെ അത്രയും ധൈര്യം അയാൾക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ രണ്ടാളും തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നത് സാറിന്റെ അമ്മയും പെങ്ങളും അറിയാതിരുന്നാ മതി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ശരി ഹരിതേ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛൻ ഗുരുവായൂരല്ലെന്ന് ഏതാണ്ട് ഉറപ്പാ. പിന്നെ അച്ഛനിത് എവിടെ പോയതാ? രോഗികളെ കൊല്ലുന്നൊരു ഡോക്ടർ ആവരുതെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. അത് രണ്ടർത്ഥത്തിലാ പറഞ്ഞത്. രോഗികളെ കൊന്നു പൈസ വാങ്ങരുതെന്നും ചികിത്സിച്ച് അവരുടെ ജീവൻ എടുക്കരുതെന്നും. എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? അവന്റെ അടുക്കൽ ചികിത്സയ്ക്ക് പോയ ഒരാൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUലായിപ്പോ. അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ആഘോഷിക്കുക. ഒരിക്കൽ ചെയ്യാത്ത കുറ്റത്തിന് ദീപേച്ചിയെക്കുറിച്ച് വാർത്തയും ചിത്രങ്ങളും ഒക്കെ വന്നപ്പോ അയാൾക്കത് വലിയ അപമാനമായിരുന്നു. ഫ്രണ്ട്സൊക്കെ കണ്ടെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് അഴിഞ്ഞാട്ടം അല്ലായിരുന്നു. ഇപ്പൊ എന്തായി? ഇങ്ങനെ പോയാ അവന്റെ അടുത്തേക്ക് ഇനി രോഗികൾ പോവോ? പോകാൻ പാടില്ല. പേര് ദോഷം കേൾപ്പിച്ചു കഴിഞ്ഞാ ഏത് സ്ഥാപനമായാലും പൂട്ടേണ്ടി വരും. ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുന്നതിന് അറുത്ത് മുറിച്ച് പൈസ വാങ്ങുന്നാ കേട്ടത്. എന്നാലും കുഴപ്പമില്ല. അവനെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുടെ മുഖത്ത് ഒരു തൃപ്തി വേണ്ടേ? ഇനിയിപ്പൊ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. അമ്മമാരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവനെ ഒരിക്കലും ശപിച്ചിട്ടില്ല. അമ്മ അന്ന് അസുഖമായിട്ട് അയാളുടെ അടുത്തോട്ട് പോയ ശേഷം ഒറ്റയ്ക്കിരിക്കുമ്പോഴെങ്കിലും അമ്മ കരഞ്ഞിട്ടില്ലേ? ആ കണ്ണീരാ അയാൾക്ക് ശാപമായി വരുന്നത്. ഇപ്പോഴും ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാ. അവനും നല്ലത് വരണമെന്നാ ഞാൻ ദൈവങ്ങളോട് പറയാറുള്ളത്. അതെ, ദൈവങ്ങള് നമ്മൾ പറയുന്നതും നമ്മുടെ പ്രാർത്ഥനയും മാത്രമല്ല കേൾക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയും കൃത്യമായി നോക്കി കാണുന്നുണ്ട്. അവിടെ കല്ലുകടി ഉണ്ടായ ഉറപ്പായും ദൈവങ്ങൾ കണ്ണടയ്ക്കും. അമ്മ നേരായ മാർഗത്തിൽ ജോലി ചെയ്തിട്ട് എത്ര തവണയാ സസ്പെൻഷനിലായത്? പിന്നെ വളഞ്ഞ വഴിയിലൂടെ പോയാലോ? അതും ഒരു ഡോക്ടർ. അയാൾ അച്ഛനെ പോലെ സ്വാർത്ഥന. അതിന്റെ കൂടെ കെട്ടിയതോ തന്റെയും തന്റെ വീട്ടുകാരുടെയും കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരുത്തിയെ. അതുകൊണ്ട് മുന്നോട്ടുള്ള പോക്ക് കട്ടിയായിരിക്കും അമ്മ. ദിലീപ് എന്ന എന്റെ ഏട്ടനെ ഒരുപാട് ഇരുട്ടി തപ്പേണ്ടി വരും. അതെ, മൊബൈലില് മാത്രമല്ല, ഇനിയിപ്പോ ടിവിയിലും പത്രത്തിലും ഒക്കെ വാർത്ത വരും. അമ്മയുടെ പുന്നാര മോനങ്ങനെ പ്രശസ്തനാവട്ടെ. ആ, എങ്ങോട്ടേടാ? രാവിലെ നടക്കാൻ പോവാ. ആ, എനിക്കൊന്ന് നടക്കണമെന്നുണ്ട്. ആ, ഇവിടെ ആവുമ്പോ നമുക്ക് മ്യൂസിയത്തിലൊക്കെ പോയി നടക്കാൻ പറ്റും. കുറച്ച് നടന്നു കഴിയുമ്പോ അമ്മയ്ക്ക് കുറച്ചുകൂടെ ഉന്മേഷം വരാനുള്ള സാധ്യതയുണ്ട്. ആ, അതൊക്കെ വേണം. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കാർത്തിയും പറഞ്ഞു രാവിലെ നടക്കാൻ കൊണ്ടുപോവാന്ന്. അവന് ഈ തുറന്ന ജീപ്പൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കയറി പോവാലോ. ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും നടന്നു കഴിഞ്ഞാല് നീ പറഞ്ഞ പോലെ ശരീരത്തിന് ഒരു ഊർജ്ജസ്വലതയൊക്കെ വരുവടാ. ആ,
ആ ഇപ്പോഴും എന്റെ ആരോഗ്യത്തിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. എങ്കിലും വയസ്സ് 19 കഴിഞ്ഞു. ഇനി നോക്കിയും കണ്ടക്കി അങ്ങ് മുന്നോട്ട് പോയേ പറ്റൂ. അതിന് മരുമോ വരേണ്ട കാര്യമില്ലല്ലോ അമ്മേ. എനിക്കൊപ്പം അമ്മയ്ക്ക് വന്നൂടെ? എടാ ജയ, നീ ഇങ്ങനെ കാർത്തിയുമായിട്ട് ശത്രുത വെച്ച് പുലർത്തുന്നത് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ചാരുവിനെ അവനിപ്പോ ഭയങ്കര ഇഷ്ടമാ. നാളെ അവൻ അവളുടെ ഭർത്താവായി വരുമ്പോ പിന്നെ നിങ്ങള് അളിയനുമാ. എടാ, നിനക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ അവനും അവന്റെ അച്ഛനും കഴിയും. ആ, അവന്റെ അച്ഛനൊരു പുങ്കനാണെങ്കിലും കോടീശ്വരനാ, അത് നീ മറക്കരുത്. അമ്മേ, ബന്ധങ്ങളുടെ അടിസ്ഥാനം പണം അല്ല. എടാ, എങ്കിലും പണം വേണവിടാ. ഒരുത്തനെ മരുമോനായിട്ട് കൊണ്ടുവന്നല്ലോ, ആ പ്രേമനെ. അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പൊ അവന് ചെലവിന് കൊടുക്കുന്നത് നമ്മളാ. ആ, ഹേമയുടെ സ്വർണം കുറേശ്ശായിട്ട് വിറ്റു തുടങ്ങിയെന്നാ കേട്ടത്. ഡാ, ഇത് അങ്ങനെയല്ലല്ലോ. കാർത്തി ഒറ്റ മോനാ. നാട് നീളെ അയാൾക്ക് ബിസിനസ്സാ. ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണെങ്കിലോ തെക്കൻ ജില്ലയിലെല്ലാം ഉണ്ട്. ഡാ, നമ്മുടെ നാട്ടിലും ഉണ്ട് അവർക്കൊരു ബാർ ഹോട്ടല്, ഈ നെടുമങ്ങാട്. അമ്മയ്ക്ക് കല്യാണം കഴിയുമ്പോൾ മനസ്സിലാവും അവന്റെ അച്ഛന്റെ സ്വഭാവം. കള്ളു കച്ചവടം അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അയാളൊക്കെ ആൾക്കാരെ വഞ്ചിച്ചിട്ടും കൊന്നിട്ടും ഒക്കെ ഈ നിലയിൽ എത്തിയത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാ അവനും അവന്റെ അച്ഛനും. പിന്നെ ജഗൻ എന്ന് പറയുന്ന ഒരുത്ത വന്നോണ്ടാ രണ്ടും ഒന്ന് ഒതുങ്ങിയത്. ഡാ, ഈ ജഗനെ കുറിച്ച് നീ ഇനി സംസാരിക്കരുത്. അങ്ങനെ അവനെ പൊക്കി പറയുകയും കാർത്തി അവന്റെ അച്ഛനെ താഴ്ത്തി പറയുകയും ചെയ്യുമ്പോ നിനക്ക് മറ്റവളുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയിക്കേണ്ടി വരും. ഈ പറയുന്ന കാർത്തിക്കും അവന്റെ അച്ഛനും ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഭാഗ്യലക്ഷ്മിയോടും അവളുടെ കുടുംബത്തോടുവാ. ഇനിയിപ്പോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കടന്നു കഴിഞ്ഞാലേ അമ്മ അവരെ ഞാൻ സ്നേഹിക്കുന്നെന്ന് അങ്ങ് ഉറപ്പിക്കും. ആ ജയ, കല്യാണം വിളിക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ നീയും കൂടെ ഒന്ന് വരണം. ആ, ഇതാണ് കുഴപ്പം. കല്യാണത്തിന്റെ അന്ന് കതിർ മണ്ഡപത്തിൽ വന്ന് ഇരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇനി അതിനു വേണ്ടിയും ഞാൻ സമയം കണ്ടെത്തണം. ദേമേ, എനിക്ക് ഒട്ടും നേരെയില്ല. എന്റെ ബിസിനസ് കൊണ്ടാ നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അതമ്മ മനസ്സിലാക്കണം. ശരി ശരി, എന്നാ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നീ ബിസിനസ്സുമായിട്ട് നടന്നു. ഞാനും ചാരുവും കൂടി വിളിക്കേണ്ടടുത്തൊക്കെ വിളിച്ചോളാം. ഇപ്പൊ എന്റെ മനസ്സിൽ ഈ തലവേദന പിടിച്ച കേസല്ല. എന്റെ അച്ഛന് ചില ചുറ്റിക്കളികളുണ്ട്, അത് കണ്ടെത്തണം. അനിയാ, ഒന്ന് വാ. എന്താ ഏട്ടാ? ഇതെല്ലാം എടുത്തോ. പുതിയ ബജറ്റ് വന്നോടെ പച്ചക്കറിക്കൊക്കെ വില കൂടിയോ? കുറച്ചുകൂടി. എന്തോ ചെയ്യാനാ, പെട്രോളിനും ഡീസലും വില കൂടിയാൽ അതിന്റെ 4 ഇരട്ടി വില മറ്റു സാധനങ്ങൾക്ക് കൂടും. ഹോ, വല്ലാത്തൊരു കാലം തന്നെ. ഒരു മഹാമാരി വന്നിട്ട് മനുഷ്യന്റെ നടു ഒടിഞ്ഞിരിക്കുക. അതിന്റെ ദോഷഫലങ്ങൾ ഇപ്പോഴാ ഓരോരുത്തർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മോഷണമൊക്കെ പെരുകുമെന്നാ പേടി. ഗുരുവായൂർ പോയ ആള്
ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുവാണോ? എടാ മോനെ, കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വാരി വെക്കടാ. ഒരു കുടുംബ സുഹൃത്തിന്റെ വീട്ടുകാരോട് ഇത്രയും അടുപ്പം കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ നാട്ടിൽ വരുമ്പോൾ 2 പെണ്ണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ല. അയ്യേ, തക്കാളിയൊക്കെ അളിഞ്ഞ തക്കാളിയൊക്കെ മാറ്റി നല്ലതാ ഏട്ടാ. വെണ്ടയ്ക്ക കുറെ എടുത്തിട്ട്. എത്ര ആയടാ? 430. ഓ, ഒരു 4-5 മാസം മുമ്പ് ഇത്രയും പച്ചക്കറി മേടിച്ചാലേ ഒരു 100-120 രൂപയുടെ കുറവ് കണ്ടേനെ. ഓഹോ, ഇത് ഭയങ്കരം തന്നെ. ശരിയാ, ഇനിയും കൂടത്തേ ഉള്ളു ചേട്ടാ. അത് ശരിയാ. പച്ചക്കറിക്കും കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾക്കും ഒക്കെ നല്ല വിലയുണ്ട്. മനുഷ്യന് മാത്രം കാലണയുടെ വിലയില്ല. അതെ, അവനെ കാലനെടുത്താൽ കൂടെ കിടക്കുന്നവർക്ക് അത്രയും സന്തോഷം. എന്നാ ശരി. ശരി.